ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ഡെയിലി വ്ളോഗ്. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ്. നമ്മുടെ കാണാതായ കുട്ടിയെ തിരിച്ചു കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ഹന്നമോള് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്നതാ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടെ നിന്ന് പോയി ഇപ്പോൾ തൃശ്ശൂർ വർക്ക് ചെയ്യണേ. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമ്മൾ കാണാം, ഇതുപോലെ വരും കാണാൻ. ആണല്ലേ, ഇവിടെ വെച്ചിട്ട് കുറച്ച്. ഹന്നമോൾ ആത്മാവാണെങ്കിൽ ശരീരം ഇവിടെയാ, ഹന്നമോള് ശരീരമാണെങ്കിൽ ആത്മാവിതാ. അയ്യേ, ഇവര് കോളേജ് അതൊന്നും ഞാൻ പറയണില്ല. ഇവര് കോളേജ് തൊട്ടേ ഒരുമിച്ച് പഠിച്ച് പിന്നെ ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്ത് നമ്മുടെ കൂടെ വർക്കിന് കയറി. അതുപോലെ എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് ജോലിക്ക് കയറിയ എൻ്റെ ഫ്രണ്ടാണ്, നമ്മുടെ ഫ്രണ്ടാണ് ശ്രീലു. അവളിപ്പോൾ ചിക്കുവാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഗൈസ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മുടെ ഹന്നമോള് ഇപ്പൊ സിംഗറാണ്. നമ്മളിപ്പോ നടന്ന് നടക്കുന്നുണ്ട്. വയ്യാണ്ട് നമ്മൾ അവിടെ ഇരിക്കും. അല്ല ഗൈസ്, നമ്മൾ കനോക്കുന്നാണ് പോണത്. കനോക്കുന്ന് നമുക്കൊരു പെർമനന്റ് ആയിട്ടൊരു ബെഞ്ച് ഉണ്ട്. മിക്ക ദിവസവും ഡ്യൂട്ടി കഴിയുമ്പോൾ നമ്മൾ അവിടെ പോയിരിക്കും, വർത്താനം പറഞ്ഞിരുന്ന് ചായ കുടിച്ച് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാണ് വരുന്നത്. കുറച്ച് കഴിയുമ്പോൾ റൂട്ടിലേക്ക് വരുന്നു, റൂമിലേക്ക് വരും. നമ്മുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. അവനില്ലേ, ഇപ്പോൾ അവൻ വരുമ്പോൾ കാണിച്ചു തരാം. അതിന് ഹന്നമോളുടെ കാര്യം. ഹന്നമോൾ ഇത്ര നാൾ എവിടെയായിരുന്നു? ഞാനിവിടെ ആയിരുന്നു. ഇവിടുന്ന് പോയി ഇപ്പൊ കുന്നംകുളത്ത്. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. ഇപ്പൊ ഞാൻ ഈ കുന്നംകുളത്താണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കുന്നംകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നംകുളത്ത് ഒരു നോ ഡ്യൂപ്ലിക്കേറ്റ്. അവിടെ ഒറിജിനൽ ആൾക്കാരുണ്ട് ഗൈസ്. നോ ഞാൻ ഒക്ടോബർ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാൻ. നമ്മുടെ ഹന്ന മിസ്സിനെ ഭയങ്കര ഇഷ്ടം. അവിടുത്തെ പിള്ളേർക്ക് ഡെയിലി വിളിക്കുമ്പോഴൊക്കെ പറയാം ഹന്ന മിസ്. ഒരിക്കലും പള്ളി കാണിച്ചു കേട്ടോ. ട്രിവാൻഡ്രത്ത് വന്ന എല്ലാവർക്കും ഈ പള്ളി അറിയാം. ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ പള്ളി. അതെ, അടച്ചിട്ടേക്കുവാണ്. കാണിച്ചു തരാം. അതെ, കാണുമ്പോ തന്നെ ഒരു പള്ളി തോന്നുന്നു. ഇവിടെയാണ് അന്ത്യ ഉറങ്ങുന്നത്. ആണോ? സത്യനാ? ഓ, സത്യന സത്യന് ഇവിടെയാണെന്നാണ് കേട്ട് കേൾവി. അല്ല, അങ്ങനെയാണ്. എവിടെയാണെങ്കിൽ നമ്മൾ എന്നതിനകത്ത് പോവാ അന്ന് സത്യന്റെ ഉറങ്ങുന്ന സ്ഥലം കാണിച്ചു തരാം. അതെ, കുറച്ചുകൂടെ മുന്നേ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണായിരുന്നു എന്നാണ് എല്ലാരും പറയണേ. കാരണം ഇവിടെ കനോക്കുന്ന് ഓണായിരുന്നു. ഓണമല്ല, ഓണത്തിന് ഓണായിരുന്നു. ആ മോഡൽ മനസ്സിലായല്ലോ. ഇപ്പൊ കുറച്ച് ഓഫായിരിക്കാണ് ജോഷു. സത്യത്തിൽ ഇവളിങ്ങനെയല്ല. നമ്മളെന്ത് പറയണോ അത് തിരിച്ച് നമ്മുടെ തന്നെ എണ്ണാക്കിലിട്ട് തരുള്ളൂ. അങ്ങനെയാണ് ഇവിടെ. അല്ലല്ല, പാവം. ജോഷു പാവം. ശരിയാക്കി തരാം ഞാൻ. അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരാം ഓരോരുത്തര്. സോ നമ്മള് സൂവിന്റെ ഗേറ്റ്, മൃഗങ്ങളുണ്ട്. അതെ, മൃഗങ്ങളല്ലാണ്ട് ഇതാ ഈ വഴി ഇങ്ങനെ പോയി സൂ എത്തും. അവിടെ മൃഗങ്ങളുണ്ട്. ഉണ്ട്. ഈ വഴി നേരെ നടന്ന് സൂവിന്റെ ഗേറ്റിന്റെ അപ്പുറത്തെത്തും. അതായത് അപ്പുറത്തെ ഗേറ്റ്. അതിന്റെ അങ്ങോട്ട് നടന്ന മ്യൂസിയം. ഈ കാണുന്നതാണ് മ്യൂസിയം. മ്യൂസിയത്തിന്റെ ഫ്രണ്ടും കാണിച്ചു തരുമല്ലോ നമ്മള്. അപ്പുറത്തല്ലേ? സോ നമ്മൾ നടന്ന് കനകുന്നാണ് പോണത്. ഞാൻ മറന്നുപോയി. മ്യൂസിയം കണ്ടപ്പോൾ നിങ്ങൾ മ്യൂസിയത്തിന്റെ എല്ലാ സൈഡ്സും കാണിച്ചു തരാൻ ഞാൻ അത് നോക്കി. ഇത്ര നാളായിട്ട് ഡെയിലി ഇതിലേ പോകുന്ന ഒരാളാണ് ഇവള്. എന്നിട്ട് മ്യൂസിയം എവിടെയാണ്, പാലസ് എവിടെയാണെന്ന് ഇവൾക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അത്രയ്ക്കാണ് നമ്മുടെ നമ്മുടെ സെലിബ്രിറ്റി ബ്ലോഗറിന്റെ വിവരം. അതെന്താന്ന് വെച്ചാലേ ഇവിടെ ഒരു കെട്ടിടമുണ്ട്. അതായത് മ്യൂസിയം പോലത്തെ ഒരു കെട്ടിടം. മ്യൂസിയം അല്ല, ഒരു കൊട്ടാരം പോലത്തെ, ഒരു പണ്ടത്തെ കൊട്ടാരം പോലത്തെ ഒരു കെട്ടിടം ഇവിടെയുണ്ട്, അപ്പുറത്തും ഉണ്ട്. ഇത് എത്ര നാളായിട്ട് പാലസ് ഏതാ മ്യൂസിയം ഏതാന്ന് അറിയാണ്ടാണ് കനകക്കുന്നിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നെ. ഡെയിലി ചായ കുടിക്കാൻ വരുന്ന സ്ഥലമാണേ. അലമ്പ് പിള്ളേര്. ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. എനിക്ക് എല്ലാത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനൊരു ടൈം തരും. നമ്മള് എന്തുവാ ഡ്യൂട്ടി കഴിഞ്ഞ് 11 to 8 ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ 8 മണി ഡ്യൂട്ടി കഴിഞ്ഞ്
ഇവര് 6 മണി ഷിഫ്റ്റ് ആയിരുന്നു. അപ്പൊ ഇവര് വന്നിട്ട് ഇവള് കുട്ടി മറന്നുപോയി. അവള് പുറംപോക്ക്. അയ്യോ വരുത്ത് പോക്ക് വേറെടി. അത് ദേവി പോണത്. അയ്യോ പാനിപ്പൂരി തിന്നിട്ട് ബാക്കി. അങ്ങനെ നമ്മൾ കനകക്കുന്നിന്റെ ഫ്രണ്ടിൽ എത്തിയേക്കുവാണ്. പക്ഷെ ഇവിടെ ആൾക്കാരൊന്നും ഇല്ല, ഫുള്ള് ഇരുട്ടാണ് കേട്ടോ. വലിയ പ്രോഗ്രാം ഒന്നും ഇല്ല ഇവിടെ. അവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോ? അതാണ് പാലസ്. ഇവിടെയാണ് പണ്ട് നർത്തകിമാരൊക്കെ ഡാൻസ് കളിച്ചിരുന്നത്, കൊട്ടാരത്തിലെ നർത്തകിമാർ. ഇവിടെ ഒരു പൂള് പണിയാൻ അവർ ശ്രമിച്ചു. അതിന്റെ കുഴികളൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നോക്കട്ടെ കേട്ടോ. ഹെലൻ, ജോസ്ന, ശ്രീലക്ഷ്മി എന്ന് 3 പേര് ഇവിടെ ഡാൻസ് കളിച്ച വീഡിയോ ഹെലന്റെ അക്കൗണ്ട് നോക്കി കാണാൻ പറ്റും. അതെ, നർത്തകിമാര് കൊട്ടാര നർത്തകികളെ പോലെയല്ല, അവർക്ക് മേലെ അങ്ങനെയായിരുന്നു നമ്മുടെ ഡാൻസ്. എല്ലാവരും കാണണം. ക്യാമറ തിരിക്കാൻ മറന്നുപോയി. ഞാനില്ല കേട്ടോ. ദിസ് ഇസ് നർത്തകി നമ്പർ 1 ഹെലൻ, ദിസ് ഇസ് നർത്തകി നമ്പർ 2 ജോസ്ന ആൻഡ് 1 ഇസ് ചിക്കു ഗേൾ ശ്രീലക്ഷ്മി. അവളാണ് മെയിൻ നർത്തകി. ഷൂ ഇട്ട് വരുന്നവര് സൂക്ഷിച്ചു വരണം. ഷൂവിൽ ഉറുമ്പ് കയറിയ ഭയങ്കര ഹെലന്റെ ഷൂവിന് ഓട്ടയുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് കേട്ടോ. ഷൂവിനും പാൻറ്റിനും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇവിടെ വന്ന് റിലാക്സേഷൻ. ഇവിടെ ഇങ്ങനെ ഇന്ന് വർത്താനം പറയും. ഓരോരുത്തരും ഓരോ കോപ്രായം കാണിക്കാതെ നോക്കിയിരിക്കും, അവരെ കമന്റ് അടിക്കും. ഇതൊക്കെ തന്നെ നമ്മുടെ കൗണ്ടർ അടിയാണ് മെയിൻ. നമ്മുടെ കൗണ്ടർ ചിലപ്പോൾ ബാക്കിയുള്ള കേൾക്കുമ്പോൾ ചളിയാന്ന് പറയും. പക്ഷെ നമുക്കത് കൗണ്ടർ. എന്റെ കൗണ്ടർ അങ്ങനെ പറയാറില്ല. അവള് പറയില്ല, നമ്മള് ഷീ വാണ്ട്സ് സം നല്ല ഫോട്ടോസ് ബിക്കോസ് ഞാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണെന്നാണ് എല്ലാവരും അഭിപ്രായം. സത്യത്തിൽ പൊതുവെ ഇവിടെ വളരെ കുറച്ചാണ് ആൾക്കാർ. ഇവിടെ ശരിക്കും ഒരു 6:30-7 മണി ടൈമിലൊക്കെ ആണെങ്കിൽ എവിടെ മെന്റലി തോന്നണേ, കൈ ഒറ്റയ്ക്ക് നീട്ടി നിൽക്കുന്നത്. എന്തുവാ പറഞ്ഞേ, ഒരു 6:30-7 മണി ആ ടൈമിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ. നമ്മൾ 4 പേര് ഹന്നമോള് ഹന്ന ഇപ്പോൾ വന്നാൽ അവിടെ ഇല്ലെങ്കിൽ ഞാൻ, ജോഷു, ശ്രീലു, പിന്നെ നമ്മുടെ നമ്മൾ 4 പേരും കൂടിയിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ മെയിൻ ഡെയിലി വന്നിരിക്കുന്ന ബെഞ്ചാണത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്ഥിരമായിട്ടുള്ള ബെഞ്ച്. ഇപ്പോൾ അവരിയ്ക്കുന്ന ആ ബെഞ്ച് ഇവിടെയാണ് നമ്മൾ ഡെയിലി വന്നിരിക്കാറ്. നാലാൾ വന്നു കഴിഞ്ഞാൽ മെയിൻ കണ്ടന്റ് ഒന്നുമില്ല. എന്ത് പറഞ്ഞാലും എയറിൽ കയറുന്ന ഒരാളാണ് ചിക്കു ശ്രീലു. അവിടെ നിന്നില്ല, അവിടെ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് എയർ കയറ്റി ചെയ്യണം. മിക്കവാറും ഈ വീഡിയോ ഒക്കെ കഴിയുമ്പോൾ ഞാൻ കയറുന്നത്. ഇതാണ് നമ്മുടെ പാലസിന്റെ സൈഡ്. അതായത് ഇപ്പൊ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മുടെ അടുത്ത് കോമൺ ആയിട്ട് ഒരു ട്രിവാൻഡ്രംകാർ വരുമ്പോൾ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം, ട്രിവാൻഡ്രം ഇഷ്ടപ്പെട്ടോ? കനകുന്ന് പോകാറുണ്ടോ? വർക്കൽ പോകാറുണ്ടോ? ഓ വെച്ചിട്ട് സ്ഥലം ഉണ്ടല്ലോ, എന്ത് പറയും? ഇനി നിങ്ങളോടൊരു രഹസ്യം, സീക്രട്ട്. ട്രിവാൻഡ്രം ഒരു ലൂപ്പാണ്. അതായത് ഇവിടെ വന്നാൽ തിരിച്ചു പോകാനായിട്ട് അധികം ആർക്കും ഇഷ്ടമാണ്. ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു പ്ലേസാണ് ട്രിവാൻഡ്രം. ഇപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ വേറെ ഡിസ്ട്രിക്റ്റുകാർ പറയും അത് നീ അവിടെ വരാത്തുണ്ടോ ഇവിടെ വരാത്തുണ്ടാന്ന് പറയും. പക്ഷെ ചിലപ്പോൾ ഞാനിവിടെ കുറേ നാൾ നിന്നതുകൊണ്ട്, തൃശ്ശൂരിൽ ആണ് എൻ്റെ നാടെന്നുണ്ടെങ്കിലും ഞാൻ അവിടെ അധികം അങ്ങനെ പുറത്ത് പോവൽ വളരെ കുറച്ചായിരുന്നു. ജോലിക്ക് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ, കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഫ്രണ്ട്സായിട്ട് പോവൽ കൂടുതലായി. അങ്ങനെയായിരിക്കാം മേ ബി എനിക്ക് ഈ സ്ഥലത്തിനോടൊരു അറ്റാച്ച്മെൻറ്റ്. ഇവിടുത്തെ കുറേ ആളുകളും ഇവിടുത്തെ സ്ഥലത്തിനോടും എനിക്കിഷ്ടമാണ്. അപ്പം വിചാരിക്കും വേറെ അനക്കൊന്നുമില്ലല്ലോ, അവളുമാരെവിടെയാണ്, എങ്ങനെ ഉണ്ടാവാനാ? ലൈറ്റുള്ള കുറച്ച് സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, എന്നിട്ട് ഫോട്ടോ എടുക്കും, എന്നിട്ട് അത് ഡിലീറ്റ് ചെയ്യും. ഒന്നും ഇഷ്ടപ്പെടില്ല. 100 എടുത്താൽ 1 ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ഈ ഒരു ഫോട്ടോ കാണിച്ചാലോ, അത് കാണിച്ചോ ചോദിച്ചോ. അതിലാളെ കാണാനില്ല, ലൈറ്റിൽ മുങ്ങി നിൽക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ഈ ഇറാനി. ഇവിടെ ഒരു സംസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസം കഴിഞ്ഞാലല്ല, ഓൾമോസ്റ്റ് സംസം പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട 2 റെസ്റ്റോറൻറ്റ്സ് നമ്മൾ പ്രിഫർ ചെയ്യുന്നു, ഇറാനി ആൻഡ് സംസം. ഇവിടെ നിയർ ബൈ, ഇവിടെ അടുത്തുള്ള 2 റെസ്റ്റോറൻറ്റ്. പിന്നെ കുറച്ച് ദൂരേക്കൊക്കെ പോകുമ്പോൾ വേറെ കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടാവും. എന്നാലും നമ്മൾ പോയി നമ്മൾ ശീലിച്ച അതെ ഇറാൻ നമുക്ക് ഇഷ്ടമാണ്. അതെ, അവിടെ നമ്മുടെ സ്പെഷ്യൽ ജെല്ലിക്കെട്ട് മന്തി. അവിടെ പോകുന്ന ദിവസമൊക്കെ നമ്മൾ ജെല്ലിക്കെട്ട് മന്തിയാണ് കഴിക്കാറ്. നമ്മളിങ്ങനെ പറഞ്ഞു പോവാ, നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടില്ലേ, വേറെ ട്രൈ ചെയ്യാം അങ്ങനെ പറഞ്ഞു കയറും. പക്ഷെ ജെല്ലിക്കെട്ടിൽ അവസാനിക്കും. മന്തിയിൽ ഇറാനി ആണെങ്കിൽ ജെല്ലിക്കെട്ട് അത് കിടിലനാണ്. നിങ്ങൾ എന്തെങ്കിലും ട്രിവാൻഡ്രം വരുന്നുണ്ടെങ്കിൽ ജെല്ലിക്കെട്ട് മന്തി ഇറാനിയിൽ തന്നെ പോയി കഴിച്ചു, നൈസാണ്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ ഞാൻ ആയിട്ടില്ലല്ലോ, എനിക്കറിയാലോ. അതൊന്നുമില്ല, അങ്ങനെയല്ല. നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ കൈയടിക്ക് ഹന്നമോളെ. ചീഞ്ഞ സാധനം ഇന്ന് നമുക്ക് എയറിലാക്കാൻ ഭണ്ഡാരം. ഇത്ര നേരം ഫോട്ടോ കൂടെ വെച്ചപ്പോൾ വേണ്ട പറഞ്ഞ ആളാണ്. അപ്പോൾ
നമ്മൾ വാക്കൗട്ട് ചെയ്യുന്ന വഴി ഞാൻ കാണിച്ചു തരാം. നമ്മൾ വന്ന വഴിയല്ല. കുറച്ച് നേരത്തേക്ക് ഞാൻ സൈലന്റ് ആണ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ റോഡ് ഇരുട്ടാണ്ട് അവരെ കാണില്ല. നമ്മളിപ്പോ ഇറാനിലെത്തിയേക്കുവാണ്. ഗൈസ് നമ്മുടെ മന്തി റെഡി. മന്തി വന്നു. ദിസ് ഈസ് ദ ജെല്ലിക്കട്ട് മന്തി ഫ്രം ഇറാനി. ജോഷിത ഇങ്ങനെ ലെമണൊക്കെ ഇങ്ങനെ സ്ക്വീസ് ചെയ്യുന്നുണ്ട് മന്തിയുടെ മേലെ. അല്ല ശരി. വീഡിയോ ഗൈസ് എൻ്റെ എനിക്ക് വീഡിയോ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഹെലനും ജോഷും ഇവിടെ ഫുള്ള് ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. കുന്തി ദേവിയുടെ മന്തി കഴിക്കാൻ വന്നേക്കുവാണ് ഗൈസ്. എങ്ങനെയുണ്ട് ഹന്നമോളെ? നല്ല ഫ്ലേവർ ആയിട്ടുള്ള ചിക്കൻ, നല്ല ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ഡേറ്റ്സ് പിക്കിളാണ്. ഇവിടുത്തെ ഡേറ്റ്സ് പിക്കിൾ അടിപൊളിയാണ്. എന്തായാലും പറയാൻ വന്നതെന്ന് വെച്ചാല് നല്ലതാ. ഇനി ഞാൻ കഴിച്ചിട്ട് പറയാം. നല്ലതാ മാമി. ശരി. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ മന്തി കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വേറെ ഫുള്ളായില്ലേ? ഇനി നേരെ റൂമിലേക്ക്. കാലിനട ഇവിടെ ഒരു 200 മീറ്റർ ഇത്രേ ഉള്ളൂ ഏകദേശം. അതെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ബൈ.